ഹലോ ഗേസ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന സെക്കൻഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻസെക്സ്, നിഫ്റ്റി എന്നിവ എന്താണെന്നാണ്. ഇന്ത്യൻ ഓഹരി വിപണിയുടെ മൊത്തത്തിലുള്ള പ്രകടനം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് സെൻസെക്സ്, നിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകൾ. അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഡെക്സുകളാണ് എന്തെന്ന് പറയുന്നത്, സെൻസെക്സും നിഫ്റ്റിയും എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. ചില പ്രധാന കമ്പനികളുടെ ഓഹരി വിലകളുടെ മൊത്തത്തിലുള്ള പ്രകടനം അളക്കുന്നതിനുള്ള ഒരു സൂചികയാണ് ഇൻഡെക്സ്. അതായത് ഈ ഇൻഡെക്സിനെ നമുക്കൊരു ബാസ്ക്കറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതിൽ നമ്മൾ കുറേ നല്ല കമ്പനികളുടെ ഷെയർസ് വാങ്ങി വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതുപോലാണ് നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ഇൻഡെക്സിനകത്ത് കുറേ കമ്പനികളുടെ ഷെയർസാണ് ഉള്ളത്. ഇനി ആ ഷെയർസ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സ്റ്റോക്സ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻഡെക്സ് മൂവ് ചെയ്യുന്നത്. അതിൽ സ്റ്റോക്കുകൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഇൻഡെക്സും മുകളിലേക്ക് പോകും. താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഇൻഡെക്സും എന്ത് ചെയ്യും, താഴേക്ക് വരും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻസെക്സ് എന്താണെന്നാണ്. BSEയിൽ, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രധാനപ്പെട്ട 30 കമ്പനികളുടെ ഓഹരി പ്രകടനം പ്രതിനിധീകരിക്കുന്ന സൂചികയാണ് സെൻസെക്സ്. അതായത് BSEയുടെ ഒരു ഇൻഡെക്സ് ആണ് എന്തെന്ന് പറയുന്നത്, സെൻസെക്സ്. ഈ 30 കമ്പനികളുടെ വില ഉയരുമ്പോൾ എന്ത് ചെയ്യും, സെൻസെക്സും ഉയരും. ഇതിൻ്റെ വില താഴുമ്പോൾ എന്ത് ചെയ്യും, സെൻസെക്സും താഴും. അപ്പം സെൻസെക്സ് 30 കമ്പനികളുടെ പ്രകടനം. അടുത്ത നിഫ്റ്റി 50 എന്താണെന്ന് നോക്കാം. NSEയിൽ, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രധാനപ്പെട്ട 50 കമ്പനികളുടെ ഓഹരി പ്രകടനം പ്രതിനിധീകരിക്കുന്ന സൂചികയാണ് നിഫ്റ്റി 50. ഈ 50 കമ്പനിയുടെ വില ഉയരുമ്പോൾ എന്ത് ചെയ്യും, നിഫ്റ്റിയും ഉയരും. വില താഴുമ്പോൾ എന്ത് ചെയ്യും, നിഫ്റ്റിയും താഴും. അപ്പോൾ നിഫ്റ്റി 50 എന്തുവാ, NSEയിലെ പ്രധാന 50 കമ്പനികളുടെ പ്രകടനമാണ് എന്തെന്ന് പറയുന്നത്, നിഫ്റ്റി 50 എന്ന് പറയുന്നത്. ഇൻഡെക്സ് ഉയരുന്നത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇപ്പം രാവിലെ മാർക്കറ്റ് നിഫ്റ്റി 50 24,000 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചോ. വൈകുന്നേരം അതിൻ്റെ ക്ലോസിങ് ആകുമ്പോഴത്തേന് അതിൻ്റെ വാല്യൂ 24,300, അപ്പം 300 പോയിൻ്റ് അപ്പായി. അതേപോലെ 24,000 ഓപ്പൺ ചെയ്ത് 23,700 ക്ലോസിങ് വരുന്നതെങ്കിലോ 300 പോയിൻ്റ് ഡൗൺ ആവും. അടുത്തതെന്ന് വെച്ചാൽ നിഫ്റ്റി ഉയർന്ന് എന്നതുകൊണ്ട് എല്ലാ ഓഹരികളും ഉയരണമെന്നില്ല. അതായത് നിഫ്റ്റി ഉയർന്നെന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50യിൽ 50 സ്റ്റോക്കുകളും ഉയരണമെന്നില്ല. ഉയരുന്ന ദിവസം എന്ത് ചെയ്യും, ചില ഓഹരികൾ ഉയരും, ചില ഓഹരികൾ എന്ത് ചെയ്യാം, താഴാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ താഴുന്ന ദിവസമാണെങ്കിൽ എന്താ, ചില ഓഹരികൾ ഉയരുകയും ചില ഓഹരികൾ താഴുകയും ചെയ്യും. അടുത്ത BSEയും NSEയും എന്താണെന്ന് നോക്കാം. BSE എന്ന് വെച്ചാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് എന്താണെന്ന് പറയുന്നത്, BSE. ഇത് 1875 സ്ഥാപിച്ചത്. സെൻസെക്സ് ആണ് BSEയുടെ ഇൻഡെക്സ്. ഈ സെൻസെക്സിൽ 30 പ്രധാനപ്പെട്ട BSEയിലെ കമ്പനികളാണ് ഉള്ളത്. ഇനി NSE എന്ന് വെച്ചാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE. 1992 ഇത് സ്ഥാപിച്ചത്. നിഫ്റ്റി 50 ഇതിൻ്റെ ഇൻഡെക്സ് ആണ്. 50 പ്രധാനപ്പെട്ട NSEയിലെ കമ്പനികളാണ് നിഫ്റ്റി 50യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ പഠിച്ച വേർഡ്സ് ഒന്നുകൂടെ ഓർമ്മിക്കാം. ഷെയർ എന്താണ്, ഒരു കമ്പനിയുടെ ഉടമസ്ഥതയുടെ ഒരു ചെറിയ ഭാഗമാണെന്തെന്ന് പറയുന്നത് ഷെയർസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റോ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇൻഡെക്സ് ആണെങ്കിലോ ഒരു കൂട്ടം ഓഹരികളുടെ പ്രകടനം അളക്കുന്ന ഒരു സൂചികയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡെക്സ്. സെൻസെക്സ് ആണെങ്കിൽ BSEയിലെ 30 പ്രധാനപ്പെട്ട കമ്പനികളുടെ ഇൻഡെക്സാണ് സെൻസെക്സ്. നിഫ്റ്റി 50 ആണെങ്കിലോ NSEയിലെ 50 പ്രധാനപ്പെട്ട കമ്പനികളുടെ ഇൻഡെക്സാണ് NSE. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇൻഡെക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു കൂട്ടം കമ്പനികളുടെ പ്രകടനമാണ് ഇൻഡെക്സ്. സെൻസെക്സ് BSEയിലെ 30 കമ്പനികളുടെ പ്രകടനം. നിഫ്റ്റി 50 ആണെങ്കിലോ NSEയിലെ 50 കമ്പനികളുടെ പ്രകടനം.
ഇൻഡെക്സ് ഉയരുന്നത് മൊത്തത്തിൽ നല്ല പ്രകടനത്തെ സൂചിപ്പിക്കുന്നു. ഇൻഡെക്സ് താഴുന്നതോ മൊത്തത്തിൽ ദുർബല പ്രകടനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്